ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു ദിവസം നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ എത്ര വലിയ ശത്രുദോഷങ്ങൾ ഇങ്ങോട്ട് വന്നാലും അത് വന്ന പോലെ അതിലും വേഗത്തിൽ തിരിച്ചു പോകും, തിരിച്ചു പായും. അതിനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ മുഴുവൻ കാണുക. നമ്മൾ ജീവിതത്തിലെ ശത്രുദോഷങ്ങളെ, സമയദോഷങ്ങളെ, കുടുംബദോഷങ്ങളെ എന്ന് വേണ്ട സകല ദോഷങ്ങളും മാറ്റുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് പൈസകളൊക്കെ മുടക്കി ചെയ്തു, എന്നിട്ട് മാറ്റമില്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ ഒരു കാര്യം ചെയ്തു നോക്കുക. ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്ര വലിയ ശത്രുദോഷമായിക്കോട്ടെ, അല്ലെ എത്ര വലിയ ദോഷങ്ങളും ആയിക്കോട്ടെ, ആ വന്ന പോലെ അതിലും സ്പീഡിൽ തിരിച്ചു പോകും, തിരിച്ചയക്കും. ആരാ? ഭദ്രകാളി. അപ്പോൾ അതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഏതൊരു പ്രശ്നത്തിനും അവസാനത്തെ വഴി ഭദ്രകാളി തന്നെയാണ്. ഭദ്രകാളിയെ കൊണ്ട് തീരാത്ത ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന നല്ല രീതിയിലുള്ള വഴിപാടുകളെക്കുറിച്ചും സ്വാത്വിക കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഭദ്രകാളിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭദ്രകാളിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ശത്രുദോഷങ്ങൾ, അല്ലെ പെട്ടെന്നൊരു കാര്യം നടക്കാൻ ഭദ്രകാളിക്ക് ഒരു ശത്രുസംഹാര അർച്ചന നടത്തിയേക്കാം, അല്ലെ അതൊന്നും അല്ല. അതിന് വേറെ ചില നല്ല വഴിപാടുകളുണ്ട്. അത് ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട്, പെട്ടെന്നൊരു കാര്യം സാധിക്കാൻ, അല്ലെ ഒരു നമുക്കെതിരെ വരുന്ന ഏത് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സ്തംഭിക്കാൻ. അതിനൊക്കെ വേറെ വഴിപാടുകളുണ്ട്. അല്ല ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. നല്ല കാര്യങ്ങളാണ്, ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ദിവസം ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തി രക്ഷപ്പെട്ടിരിക്കും. ആ വ്യക്തിക്കെതിരെ വരുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ശത്രുദോഷങ്ങളെയും വന്ന വഴിയെ വന്നതിനെക്കാട്ടും സ്പീഡിൽ തിരിച്ചു വിടും ഭദ്രകാളി. കുടുംബദോഷങ്ങളും എല്ലാം മാറും എന്നുള്ളതാണ്. അപ്പം ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക, വിശ്വാസത്തോടെ ചെയ്തു നോക്കുക. ഭദ്രകാളിക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് വേണം ചെയ്യാൻ. സംശയമുണ്ട്, ഒരു ബലം കിട്ടത്തില്ല, വെറുതെ സമയങ്ങളായെന്നുള്ളൂ. വിശ്വസിച്ച് ചെയ്തവർക്കെല്ലാം ജ്യോതി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതാണ് ഞാൻ നോക്കുന്നത്. നോക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റത്തില്ല, എല്ലാ മെസ്സേജും നോക്കാനും പറ്റത്തില്ല, കാരണം അതിനൊന്നും സമയമില്ല. കുറച്ച് മെസ്സേജുകൾ നോക്കും, പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന മെസ്സേജുകൾ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നോക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഫ്രീ ആകുന്നതനുസരിച്ച് ഒരു ഡേറ്റ് കൊടുക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം പറയും, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ശരനൂൽ വിദ്യ, ശാസ്ത്രവിദ്യ, അതാരും പറഞ്ഞു തരാത്ത ചില ശരനൂൽ വിദ്യകൾ, നല്ല കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. ഞാൻ നേരിട്ട് വരരുത്, അല്ലെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. കാരണം വാട്സപ്പ് വഴി അതുപോലെ വർക്കുകളുണ്ട്. ഞാൻ അതുപോലെ തിരക്കിലാണ്, മിക്കവാറും തിരക്കിൽ തന്നെയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക. അത് എല്ലാത്തിനും മറുപടി തരാനൊന്നും പറ്റുകയില്ല. പറ്റുന്നതിന്, എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് സമയമുള്ളപ്പോൾ മറുപടി തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറ്റുന്നത് റിപ്ലൈ കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാൻ പറ്റുന്നത് നോക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഭദ്രകാളിക്ക് ഞാനീ പറയുന്ന ദിവസം ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അറിയാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിച്ചാൽ മതി, സാധിക്കുന്ന പോലെ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സാധിക്കുന്ന പോലെ, പിന്നെ നിങ്ങൾക്ക് ആവർത്തിക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്.
ഞാൻ പറഞ്ഞു കൊടുത്ത് ജീവിതം മാറിയ അനുഭവങ്ങളാണ് പറയുന്നത്. ഈ ദിവസം അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്, എന്താ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. മുഴുവൻ കേൾക്കണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. അറ്റവും വിലയും കേട്ടിട്ടൊന്നും ചെയ്യരുത്. കറുത്തവാവിൻ്റെ അന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, ഈ കറുത്തവാവിന് വലിയ പ്രാധാന്യമുണ്ട് ഭദ്രകാളിയെ സംബന്ധിച്ചിടത്തോളം. ഏത് കാര്യവും അമ്മ നിവൃത്തിയാക്കി തരും, എന്ത് കാര്യം. അന്ന് അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കണം, മനസ്സിൽ നിന്ന് വിളിക്കണം, നിങ്ങൾ ഉള്ളിൽ നിന്ന് വിളിക്കണം, കരഞ്ഞ് വിളിക്കണം മനസ്സുകൊണ്ട്. ക്ഷേത്രത്തിൽ പോയി വാവിട്ട് കരയാനല്ല പറഞ്ഞ, മനസ്സുകൊണ്ട് കരഞ്ഞ് വിളിക്കണം. അമ്മയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. എന്നുവെച്ചാൽ വഴിപാട് ചെയ്ത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം, അമ്മയ്ക്കൊരു സെറ്റുമുണ്ട് സമർപ്പിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. മുഴുവൻ കേൾക്കണം, അതിൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ട്, പറഞ്ഞുതരാമല്ല. സെറ്റുമുണ്ട് സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് അമ്മയോട് നിങ്ങൾക്ക് വേണ്ട കാര്യം അമ്മയോട് പ്രാർത്ഥിക്കുക, വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക, കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അതുപോലെ തന്നെ കടുംബായുസം, ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല. ചെമ്പരത്തിമാല ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അതില്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല. അത് രണ്ടും അമ്മയ്ക്ക് സമർപ്പിക്കുക. തിരുമേനിയോട് പറയുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചനയും വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ശ്രീകോവിലിനുള്ളിൽ ചെയ്യാൻ പറയുക. ശ്രീകോവിലിനുള്ളിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ഒരു നെയ്വിളക്ക് തെളിയിക്കാൻ തിരുമേനിയോട് പറയുക. ശ്രീകോവിലിനുള്ളിൽ. അപ്പം നിങ്ങൾ തൊഴണം അവിടെ. നീ കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബലം വരും. അവിടെ മലരൂട്ടും മീനുകൊണ്ട് മലരൂട്ടും നടത്തുക. മലര് വെറുതെ മീനിട്ട് കൊടുക്കുക. ഇത് കറുത്തവാവിൻ്റെ അന്ന് ചെയ്യണം, രാവിലെ ചെയ്യണം. അപ്പോൾ ഈ കറുത്തവാവിൻ്റെ അന്ന് ഈ വസ്ത്രം സമർപ്പിക്കുന്നത് തന്നെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഇനി വൈകിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതുകൂടെ പറയുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. വസ്ത്രം സമർപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതം അതോടുകൂടി മാറാൻ തുടങ്ങും. ഏത് ദോഷങ്ങളും ആയിക്കോട്ടെ, വരുന്നതിനെക്കാട്ടി സ്പീഡിൽ ഭദ്രകാളിയമ്മ തിരിച്ചുവിടും. നിങ്ങളുടെ നേരെ വരുന്നത് വന്നതിലും സ്പീഡ് തിരിച്ചുവിടും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ഭദ്രകാളിയമ്മ തരും. ഇനിയും രാവിലെ ഇത്രയും ചെയ്ത ശേഷം വൈകുന്ന പാട്, അതാണ് ഏറ്റവും വലിയ രഹസ്യം. വൈകുന്ന പാട് നിങ്ങൾ അമ്മയ്ക്ക് ഒരു കടുംബായുസം കൊടുക്കുക, ഒരു നെയ്വിളക്കൂടെ വെളിയിൽ തെളിയിക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്. എന്നിട്ട് ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റായ കാര്യം. നിങ്ങൾ അമ്മയുടെ ശ്രീകോവിലിന് ചുറ്റും ചുറ്റുവിളക്ക് തെളിയിക്കുക. ചുറ്റുവിളക്ക് തെളിയിക്കുക. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക. ചുറ്റുവിളക്ക് തെളിയിക്കുമ്പോൾ അമ്മയോടുള്ള പൂർണ്ണ ഭക്തി വേണം, വിശ്വാസം വേണം. അങ്ങനെ ചെയ്യാവുള്ളൂ. അതില്ലാത്തവർ അതിന് പോകരുത്. അങ്ങനെ പൂർണ്ണ ഭക്തിയോടെ സന്തോഷത്തോടെ അമ്മയ്ക്ക് വേണ്ടി ഞാനത് സമർപ്പിക്കുന്നു. തെളിയിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം അമ്മയോട് ആവശ്യപ്പെടുക. എന്തിനും അമ്മ നിവൃത്തിയാക്കി തരും. നിങ്ങൾക്കെതിരെ വരുന്ന ഏത് ശത്രുദോഷങ്ങളെ അമ്മ തടുക്കും, അത് തിരിച്ചുവിടും, തിരിച്ചുപായും. ഭദ്രകാളിക്ക് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്താൽ ആ ഭക്തനെ അമ്മ സംരക്ഷിച്ചിരിക്കും. അതിനിയും ആ ഭക്തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അമ്മ ആ ഭക്തനെ സംരക്ഷിച്ചിരിക്കും. അങ്ങനെ ഒരു സത്യം ഭദ്രകാളിക്കുണ്ട്. പക്ഷേ അമ്മയുടെ ദാസനായിട്ട് ഭക്തിയോടുകൂടി വിശ്വസിച്ച് ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞ് ശരിയാകുമോ, അമ്മ വിചാരിച്ചാൽ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല. അമ്മയെ വിശ്വസിക്കണം. എന്തിനു നിവൃത്തിയാക്കാനുള്ള ശക്തിയുണ്ട് അമ്മയ്ക്ക്. ഇതോടൊപ്പം അന്ന് രാവിലെ കർത്താവിന് അന്ന് രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ടൊരു ഭഗവതി സേവയ്ക്ക് കൂടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുക്കുക. ഇനിയും പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോളാം. ഈ ശത്രു ദോഷങ്ങൾ മാറാൻ, ശത്രു സംഹാര അർച്ചന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ, മനസ്സിലെ മാലിന്യങ്ങളും നമ്മുടെ ഉള്ളിലെ ദോഷങ്ങളും ഒക്കെ നമ്മളിലെ തന്നെ ആ ദോഷ ചിന്താഗതികൾ മാറാൻ വേണ്ടിയാണ്. അപ്പം നമുക്കെതിരെ വരുന്ന ഒരു പ്രതിസന്ധികളെ തരണം ചെയ്യണം, അല്ലെ അതിനെ സ്തംഭിപ്പിക്കണമെങ്കിൽ ശത്രു സംഹാര അർച്ചനയൊന്നും അല്ല, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യണം.
അതിന് വേറെ ചില നല്ല വഴിപാടുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പം പറയുന്നില്ല. പക്ഷേ ഈ കറുത്തവാവിന് ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം ചെയ്താൽ തന്നെയും നമുക്കെതിരെ വരുന്ന ശത്രുദോഷങ്ങളെ, അതായത് പ്രതിസന്ധികളെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അമ്മ അതേ സ്പീഡിൽ തിരിച്ചു വിടുക ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക, ആവശ്യമുള്ളവർ ചെയ്യുക. അത് ചെയ്തു നോക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റം വരും. ഭദ്രകാളിയെ കൊണ്ട് ഒരുപാട്, ഞാൻ പറയുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും ഇടത്തുമൂക്കിനുള്ളിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഓം ഹ്രീം എന്ന് ചേർത്തിട്ട്, അല്ലെങ്കിൽ ഇടതുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഓം ചേർക്കണ്ട, ഹ്രീം എന്നുള്ള ഒരു ബീജം ചേർത്ത്, ഹ്രീം എന്നുള്ള ബീജം ചേർത്ത് ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്നതാണ് മന്ത്രം. ആ മന്ത്രത്തിൻ്റെ മുൻപേ ഹ്രീം എന്നുകൂടി ചേർത്ത് ഇടതുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ജപിച്ച ശേഷം വലതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. വീണ്ടും വലത്തുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്നുള്ള മന്ത്രത്തിൻ്റെ മുൻപേ ഹ്രീം, ഹ കായല്ല കേട്ടോ, ഹ്രീം എന്നൊരു ബീജവും കൂടെ ചേർത്ത്, നമ്മൾ ആ ബീജം കൂടെ അതിനോട് ചേർക്കണമെന്നേ ഉള്ളൂ, രണ്ട് മന്ത്രമാണ് ചേർത്ത് മനസ്സിൽ ജപിച്ചിട്ട് ഇടത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. ഇത് മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത്. മൂക്കടച്ച് പിടിക്കുകയൊന്നും വേണ്ട, ശ്വാസം സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാം, മനസ്സിലാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഇടത്തുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഭദ്രകാളിയമ്മയെ വിളിച്ച് എനിക്കെതിരെ വരുന്ന ഏത് ശത്രുദോഷങ്ങളെയും പ്രതിസന്ധികളെയും അമ്മയെ മാറ്റിത്തരണേ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആത്മാർത്ഥമായിട്ട് ആ കുളി കഴിഞ്ഞാൽ ഉടൻ കുളിമുറി എന്നോട് ഇത് ചെയ്യാം, ഇത് ചെയ്തു കഴിഞ്ഞ് പിന്നെ ഒരു വിദ്യയും ചെയ്യരുത്. ഒന്ന് പറഞ്ഞു നോക്കിയേ, ദിവസം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓരോരോ പ്രശ്നങ്ങളായിട്ട് അഴിയാൻ തുടങ്ങും കേട്ടോ. ഇങ്ങനെയും ചില വിദ്യകളുണ്ട്. ഇത് ആരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണം എന്നൊക്കെ ഇത് അറിയണം. അറിയാതിരുമ്പോൾ പറയാൻ പറ്റും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്, ശിവവിദ്യ എന്നാണ്. ഇങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ ആ എത്രയോ രഹസ്യമായ വിദ്യകൾ പറയാനും ചെയ്യാനും ചെയ്തത് പലരുടെയും ജീവിതം മാറ്റാനും പറഞ്ഞു കൊടുത്ത്, ഞാനൊന്നും ചെയ്യാറില്ല, പറഞ്ഞു കൊടുത്ത് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ആളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫയൽ കാണാതെ പോയപ്പോൾ ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ വിദ്യ ചെയ്ത് പിറ്റേ ദിവസം 5 മണിക്കുള്ളിൽ ഫയൽ കിട്ടി. രണ്ടാമത്തെ ഫയലിൽ ഭദ്രകാളിക്കുള്ള വിദ്യ തന്നെ ചെയ്താണ്, അതും കിട്ടി. 2 ഫയലായിരുന്നു. ഇതെല്ലാം ഭദ്രകാളിയുടെ അനുഗ്രഹമാണ്. ഗൾഫിലെ കേസിൽ പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്ന വ്യക്തി ഭദ്രകാളിക്ക് ഞാൻ പറഞ്ഞ വിദ്യ ചെയ്ത് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് അദ്ദേഹം റിലീസായി. ഇത് ഭദ്രകാളിയുടെ വൈഭവമാണ്, അല്ലാതെ നമ്മുടെ ഇതൊന്നുമല്ല. നമുക്ക് പലരിൽ നിന്നും പലരിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ഈശ്വരനെ ചിന്തിച്ച് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഭദ്രകാളിയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളെ ഞാൻ പറയുന്നത് കേട്ടോ, നല്ല രീതിയിലുള്ള സ്വാത്വികമായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാത്തുള്ളൂ. നല്ല വഴിപാടുകളുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഭദ്രകാളിക്ക്. പെട്ടെന്ന് ഫലം കിട്ടുന്ന ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഞാൻ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ടോ ചെയ്യുക. അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ്. ഒരു തവണയെങ്കിലും കറുത്തവാവിനെ മെനക്കെട്ടങ്ങ് ചെയ്യുക. ഒരു അവധി എടുത്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. ചെയ്യുന്നത് ആത്മാർത്ഥത്തോടെ ആയിരിക്കണം, ഭക്തിയോടെ ആയിരിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യണം. ഭദ്രകാളിയെ വിളിക്കുമ്പോൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ വിളിക്കണം. അവിടെ ഭക്തിയല്ല, ഭക്തിക്കപ്പുറത്തൊരു സ്നേഹമാണ് വേണ്ടത്, ദിവ്യമായ സ്നേഹം. ഇപ്പം കുരൂരമ്മ കൃഷ്ണനെ വിളിക്കുമ്പോൾ എൻ്റെ കണ്ണാന്ന് വിളിക്കുമ്പോൾ അവിടെ ബഹുമാനവും ഭക്തിയൊന്നുമല്ല, അതിനപ്പുറത്തമായിട്ടൊരു ദിവ്യമായ സ്നേഹമാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നുള്ള സ്നേഹമാണ്.
അതുപോലെ നിങ്ങൾ ഭദ്രകാളിയമ്മയെ വിളിക്കുമ്പോൾ എൻ്റെ അമ്മയെ വിളിക്കുന്ന പോലെ അത്രയും ദിവ്യമായ സ്നേഹത്തോടു കൂടി. അപ്പോൾ ദിവ്യമായ സ്നേഹം ഉണ്ടാകുമ്പോൾ അത് ഭക്തിക്കും അപ്പുറമാണ്. ഭക്തിക്കൊരു അകൽച്ചയുണ്ട്, ഒരു ബഹുമാന്യതയുണ്ട്. അതിനും അപ്പുറത്ത് ദിവ്യമായ ആ സ്നേഹത്തോടു കൂടി എൻ്റെ അമ്മയെ, ഭദ്രകാളിയമ്മയെ എൻ്റെ അമ്മയെ എന്നുള്ള രീതിയിൽ വിളിക്കണം. കറക്റ്റ് വിശ്വാസത്തോടെ ചെയ്താൽ അമ്മ എന്ത് കാര്യം നടത്തിത്തരും, എന്തും. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം. നിങ്ങളുടെ ഭാഗത്ത് ആ ഒരു നന്മ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. അതൊക്കെ ഒരു അനിവാര്യമാണ്. നമ്മുടെ മനഃശുദ്ധിയൊക്കെ അനിവാര്യമാണ്. അല്ലാതെ അറിഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഇതൊന്നും കാര്യമില്ല. ഒരു മനഃശുദ്ധിയും കൂടെ വേണം. അമ്മ ബ്രഹ്മം തന്നെയാണ്. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഈ മന്ത്രം കുളി കഴിഞ്ഞ് ഒരു 36 തവണ ജപിച്ചു നോക്കിക്കേ. ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ നിങ്ങളുടെ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ച് വാ കൊണ്ട് ഉച്ചരിച്ച് 36 തവണ ചെയ്ത് നോക്കി. ഒരു പ്രതിസന്ധികളും ഒരു ശത്രുദോഷം എന്ന് വെച്ചാൽ നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളും ചലിക്കത്തില്ല. യാ ദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും, പഞ്ചഭൂതങ്ങളിലും, എല്ലാ ഭൂതങ്ങളിലും. ഭൂതങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ഈ ഭൂമി, ജലം, വായു, അഗ്നി, അങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ. അതുകൊണ്ട് നിർമ്മിതമാണല്ലോ എല്ലാം. എല്ലാ പഞ്ചഭൂതങ്ങളിലും യാ ദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. മഹാഭാരത യുദ്ധത്തിലൊക്കെ വിജയത്തിന് ഭദ്രകാളിയുടെ ഈ ഒരു മന്ത്രങ്ങൾ ഉരുവിട്ടതായിട്ടാണ് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ. പിന്നെ ഹനുമാനെ കൊടിക്കൂറായി വെച്ചു. അതൊക്കെ മഹാഭാരത യുദ്ധത്തിലൊക്കെ നിർണായകമായ കാര്യങ്ങളായിട്ടാണ്. ഭദ്രകാളിയുടെ ഈ ഒരു മന്ത്രം യുദ്ധത്തിന് മുമ്പ് ജപിച്ച് കഴിയുമ്പോൾ വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഈ ദിവസം ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. അവർ ഞാൻ പറഞ്ഞ കാര്യം, അത് ഏത് കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. കൃഷ്ണന് ചെയ്തിട്ട് കാഞ്ഞങ്ങാട് ഒരു അവധൂതൻ്റെ സമാധിയുണ്ട്, നിത്യാനന്ദ ഭഗവാന്റെ. ആ സമാധിയിൽ പോയി വ്യാഴാഴ്ച എള്ളെണ്ണ, നെയ്യ് കിട്ടിയില്ല അവർക്ക്. എള്ളെണ്ണ, നെയ്യാണ് ഏറ്റവും നല്ലത്, പക്ഷെ നെയ്യ് കിട്ടിയില്ല. അത് കുഴപ്പമില്ല, കിട്ടിയില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എള്ളെണ്ണ, ചെറിയൊരു കെട്ട് വിളക്കത്തിരി, കർപ്പൂരം പൊട്ടിച്ചത്, സാമ്പ്രാണി വാവട്ടം പൊട്ടിച്ചത് ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ചെമ്പോലയിൽ ഒരു സംഖ്യ എഴുതി വെച്ചാൽ സാമ്പത്തികം വരുമെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തു. ആ ഒരു സംഖ്യ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ചോദിച്ച എല്ലാവർക്കും സംഖ്യ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സംഖ്യ പറഞ്ഞു കൊടുത്ത് തന്നെ എനിക്ക് 2 ദിവസത്തേക്ക് എനിക്ക് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ മെസ്സേജ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊക്കെ നിർത്തി. ആ 2-3 ദിവസത്തിനുള്ളിൽ ചോദിച്ചവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് അത് എങ്ങനെ കണ്ടെത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും സംശയമായിരുന്നു. ഏതായാലും ഞാൻ അവർക്ക് സംഖ്യ പറഞ്ഞു കൊടുത്ത്, എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞു കൊടുത്തതാണ് ചെമ്പോലയിൽ എഴുതി വെക്കേണ്ട സംഖ്യ. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഒരു സംഖ്യ കണ്ടെത്തി. അത് പ്രത്യേക രീതിയാണ്. അത് ചെമ്പോലയിൽ എഴുതി പേഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞ് ആദ്യം 50,000 രൂപ അവർക്ക് കിട്ടാനുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. 50,000 രൂപ കിട്ടിയെന്ന് അവർ പറയുന്നു. വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ അത് അവർക്ക് കിട്ടാനുള്ള പൈസയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അത് ബ്ലോക്കായി കിടക്കുന്ന പണമായിരിക്കാം. പക്ഷെ അത് 2 ലക്ഷം കിട്ടി. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് പൈസകൾ കിട്ടാനുണ്ടായിരുന്നു, കിട്ടിയെന്ന് അവർ മെസ്സേജ് ചെയ്തു. എത്ര ഒരു വലിയ മാറ്റം ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ അവർ ചെയ്ത കാര്യം, കൃഷ്ണൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു. അതിനുശേഷം നിത്യാനന്ദ ഈ അവധൂത സമാധികളിൽ പോയി ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതം മാറുമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ കാഞ്ഞങ്ങാടാണ്. അവിടെ നിത്യാനന്ദ ഭഗവാന്റെ സമാധിയുണ്ട്. സമാധിയാണോ അതോ ഭഗവാന്റെ അവിടെ തപസ് ചെയ്ത സ്ഥലമാണോ എന്നെനിക്കറിയില്ല. ഏതായാലും നിത്യാനന്ദമായി ബന്ധപ്പെട്ട ഒരു ഗുഹ പോലെ ഒരു സംവിധാനം കാഞ്ഞങ്ങാടുണ്ട്. ഭഗവാൻ സമാധിയായത് ബോംബെയിലാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. നിത്യാനന്ദ ഭഗവാന്റെ അവധൂതനും മഹാസിദ്ധനുമാണ്. അദ്ദേഹം സമാധിയായതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ ആളുകൾ വന്ന് ധ്യാനിച്ചിരിക്കാറുണ്ട്. അവിടത്തേക്ക് അവർ വ്യാഴാഴ്ച പോകണമെന്ന് ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞതാണ്.
വ്യാഴാഴ്ച പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ നാവ് കൊണ്ട് ഇതുപോലെ പറഞ്ഞതെന്നാ. നെയ്യാ പറഞ്ഞത്, നെയ്യ് കിട്ടിയില്ല. എള്ളെണ്ണ, പിന്നെ ചെറിയ ഒരു കെട്ട് വിളക്കത്തിരി, 5 രൂപയൊക്കെ ഉള്ളൂ, ചെറിയ ഒരു കെട്ട് വിളക്കത്തിരി, പിന്നെ കർപ്പൂരം, മണമുള്ള ഒരു കൂട് സാമ്പ്രാണി വാവട്ടം പൊട്ടിച്ച് ഇത്രയും വ്യാഴാഴ്ച നടക്കി വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അന്നദാനത്തിലൂടെ അവിടെ പറഞ്ഞിട്ട് പോന്നു. അത് കഴിഞ്ഞ് ചെമ്പോലയിൽ എഴുതുന്ന ഇത് ഞാൻ ഒരു സംഖ്യ പേഴ്സി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അതും ചെയ്തു. അത് കഴിഞ്ഞാണ് അവരുടെ ജീവിതത്തിലേക്ക് ബ്ലോക്കായി നിന്ന സാമ്പത്തിക തടസ്സം മാറി. ആദ്യം 50,000 രൂപ വന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്ന കിട്ടി, പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ പൈസ കിട്ടാനുണ്ടായിരുന്ന കിട്ടി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന അതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മളതിന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതുകൊണ്ടാണല്ലോ തടസ്സപ്പെട്ട് നിന്നിരുന്നത്. ദൈവാനുഗ്രഹം അല്ലെ അവധൂതന്മാരുടെ അനുഗ്രഹം. അവധൂതന്മാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈശ്വരനായി തീർന്ന മഹാ തപസ്വികൾ. അവധൂതന്മാരുടെ ശിവപ്രഭാകര സിദ്ധിയോഗി, വട്ടിസ്വാമി, പിന്നെ പൂന്തുറ തക്കല സ്വാമി, ശ്രീനാരായണ ഗുരുദേവനും അവധൂതർ തന്നെയാണ്, ഈശ്വരനായി തീർന്ന വ്യക്തിയാണ്. പിന്നെ ശങ്കരാചാര്യൻ, അതുപോലെ ഒരുപാട് അവധൂതന്മാരുണ്ട്. മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഒരുപാട് അവധൂതന്മാരുടെ സമാധികളും ഒക്കെ ഉണ്ട്. അവർക്ക് വ്യാഴാഴ്ച ദിവസം അവിടെ പോയി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതായത് 10 രൂപ, അല്പം നെയ്യ്, ചെറിയ കെട്ട് വിളക്കത്തിരി, അല്പം കർപ്പൂരം പൊട്ടിച്ചെടുക്കണം, കൂടായിട്ടില്ല, പൊട്ടിച്ചു വെക്കണം. നല്ല മണമുള്ള ഒരു കൂടി സാമ്പ്രാണി, നിങ്ങൾ ഈ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കണം. നല്ല മണമുള്ള ഒരു കൂടി സാമ്പ്രാണി വാവട്ടം പൊട്ടിച്ചു വയ്ക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുക. അവിടെ അന്നദാനത്തിനുള്ള സംവിധാനമുണ്ട്, അതിന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഭാഗം പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക. വ്യാഴാഴ്ച ചെയ്തവരൊക്കെ സ്വന്തമായിട്ട് പണം ബ്ലോക്കായവർ, സ്വന്തമായിട്ട് തൊഴിലില്ലാത്തവർക്ക് സ്വന്തം വരുമാന മാർഗത്തിലേക്ക് തൊഴിലിലേക്ക് വന്ന ധാരാളം അനുഭവങ്ങൾ എനിക്കറിയാം. അതുപോലെ പണം ബ്ലോക്കായിട്ട് ഇരിക്കുന്നവർക്ക് പണം തടസ്സങ്ങൾ മാറി കിട്ടുക, സാമ്പത്തിക വർധന ഉണ്ടാകുക, ജീവിതം രക്ഷപ്പെടുക, ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെ ഈ പറഞ്ഞവർ പ്രയോജനപ്പെടുത്തി ജീവിതം മാറിയവർ ഉണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇപ്പം പറഞ്ഞത്. അല്ല ഇത് ചുമ്മാ അവിടെ ഇവിടെ പറയുന്ന പരിപാടിയൊന്നുമില്ല, കൃത്യ അനുഭവങ്ങളാണ്. മനസ്സിലായല്ലോ? അത് വേണ്ട രീതിയിൽ നിങ്ങളും അതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും അനുഭവമാകും, അത്ര തന്നെ. അല്ലെങ്കിൽ എന്നും കുന്നും വിഷമവും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് ഇങ്ങനെ ഓട്ടം ഓടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഇപ്പം നമ്മൾ ഒരു പ്രസ്ഥാനം നടത്തുന്നു, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചോട്ടെ. ആ പ്രസ്ഥാനം വിജയിക്കാൻ വേണ്ടത് 3 കാര്യങ്ങളാണ്. ആദ്യം ഞാനൊരു കാര്യം പറയാം. നിങ്ങളെപ്പോഴും ഒരു ധനവാനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് പറയാം. അതായത് ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു കൊച്ചു മരം ഒരിക്കലും ആ വലിയ മരത്തേക്കാൾ വലുതാകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വലിയ മരത്തിൻ്റെ ചുവട് നിൽക്കുന്ന ചെറിയ മരത്തിന് ആ വലിയ സൂര്യപ്രകാശവും കാര്യങ്ങളും ഒക്കെ വലിയ മരത്തിനാണ് കൂടുതൽ കിട്ടുന്നത്. അതിൻ്റെ ചോട്ടിരിക്കുന്ന കൊച്ചു മരത്തിന് അതുപോലെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു കൊച്ചു മരം അതുപോലെ തന്നെ നിൽക്കും, ഈ വലിയ മരത്തെക്കാട്ടിലും വലുതാകത്തില്ല. എങ്കിൽ ഈ ചെറിയ മരം, വലിയ മരത്തിൻ്റെ ചുവട് നിൽക്കുന്ന ഈ ചെറിയ മരം അവിടെ നിന്ന് പറിച്ച് മാറ്റി നട്ട് നോക്കിക്കുക, നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് ഈ വലിയ മരത്തെക്കാട്ടും വലുതാവും. അതെന്തുകൊണ്ടാണെന്നറിയാം? ഇത് പ്രകൃതി നിയമമാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അതൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ അവസ്ഥകൾ കൊണ്ട് നമ്മൾ ജോലി ചെയ്യണം. പക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഒരാളുടെ കീഴിലോ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ സ്വന്തമായ നിലയിൽ ഏതെങ്കിലും തൊഴിൽ ചെയ്യണം. അപ്പോഴാണ് ധനം വരുന്നത്. ദിവസവും കയ്യിലേക്ക് ധനം വരുന്നവനാണ് ധനവാനാകുന്നത്. ഒരു മാസത്തിൽ കണക്ക് കൂട്ടി ഇത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും എപ്പോഴും സാമ്പത്തിക ദുരിതം മാറത്തില്ല. ഇനി നിങ്ങൾ ഒരിടത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ധനമായി കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാവുന്ന തൊഴിലേ ചെയ്യാവുള്ളൂ. അത് ഈശ്വരാധീനം കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവനാണ് ശരിക്കും ധനികനാകുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു അവസരം ഈ അവധൂത സമാധി ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ സ്വന്തം രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു കിട്ടും. മനസ്സിലാകുന്നു? പിന്നെ കറുത്തപാവൻ ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം ചെയ്താൽ ചിലവൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല.
നമുക്ക് മാറണമെന്നുണ്ട്, നമുക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, പൈസ ഉണ്ടെങ്കിലും ചിലപ്പം പുതിയൊരു തൊഴിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അവിടെയാണ് ഈശ്വരാധീനം. അവിടെയാണ് ഈ കറുത്തവാവിന് ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യവും വ്യാഴാഴ്ച അവധൂത സമാധിയിൽ ഞാനീ പറഞ്ഞ കാര്യം ചെയ്താൽ ആ കാര്യം നടത്തിത്തരും. ആ ഭദ്രകാളിയമ്മയും ഈ അവധൂത സ്വാമികളെ വിചാരിച്ചാൽ നടക്കും കാര്യം. അതുകൊണ്ടാണ് ഈശ്വരാധീനം വേണമെന്ന് പറഞ്ഞ് മനസ്സിലാവുന്നുള്ളൂ. ഇനി നമുക്കൊരു സ്ഥാപനം തുടങ്ങിയാൽ ആ സ്ഥാപനം വിജയിക്കണമെങ്കിൽ, ഒരു പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ 3 കാര്യം വേണം. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ആ സ്ഥാപനത്തിൽ കയറി വരുന്നവരോട് നല്ല രീതിയിൽ ഇടപെടണം. ഡീലിങ്, നല്ല രീതിയിലുള്ള ഇടപെടൽ വേണം. അവരെ തല്ലുന്ന പോലെ സംസാരിച്ചാലോ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലോ കച്ചവടം കുറഞ്ഞു വരും. അപ്പം നല്ല രീതിയിലുള്ള ഇടപെടൽ. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കണം. അല്ലാതെ അതിന് പകരം ഇതുണ്ട്, ഇതിന് പകരം ഇതുണ്ട്, ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ കച്ചവടം പോകും. മൂന്നാമത്തെ കാര്യം, കസ്റ്റമർ പൈസ തന്നു, അതിന് കൃത്യമായിട്ട് ബാക്കി കൊടുക്കുക. ചില്ലറ ഇല്ല, അല്ലെ അപ്പുറത്തെ കടയിൽ പോയി ചില്ലറ വാങ്ങാവോ, അല്ലെ ഞാൻ അപ്പുറത്തെ കടയിൽ പോയി ചില്ലറ വാങ്ങിയിട്ട് വരാം, ഇങ്ങനെയുള്ളിടത്തൊന്നും പിന്നീട് കസ്റ്റമർ കുറഞ്ഞു വരും. അപ്പോൾ ആളുകൾ ചെല്ലുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ചില്ലറ, യാതൊന്നും പറയാതെ ചില്ലറ കൊടുക്കുക സന്തോഷത്തോടെ. ആ കടയിൽ വീണ്ടും ചൊല്ലും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നല്ല ഇടപെടി. 2, അവർക്ക് വേണ്ട സാധനം എന്താണോ അത് കസ്റ്റമർക്ക് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായിട്ട് ചെയ്യുക. അല്ലെ കസ്റ്റമറോട് പറയുക അപ്പുറത്ത് പോയി ചില്ലറ വാങ്ങിക്കൊണ്ട് പോകാം, പിന്നെ ആ കസ്റ്റമർ ആ കടയിൽ വരത്തില്ല. അപ്പം നമ്മൾ ചില നല്ല ഹോട്ടലുകളിലൊക്കെ കയറിയാൽ അവർ നിലനിൽക്കുന്നതിൻ്റെ കാര്യം എത്ര ഇത് കൊടുത്താലും ചില്ലറ ഒന്നും പറയാതെ അപ്പോഴേ കഴിച്ചു കഴിഞ്ഞ് പൈസ കൊടുക്കുമ്പോൾ ചില്ലറ കറക്റ്റായിട്ട് കൊടുക്കും. അങ്ങനെയുള്ള ഹോട്ടലുകൾ ഒക്കെ ഉണ്ട്. അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവർക്കൊന്നും കച്ചവടം കുറവില്ല. ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ദൈവാനുഗ്രഹം വേണം. നല്ല ബുദ്ധി തെളിയണമെന്നുണ്ട്. എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ബിസിനസ് ചെയ്തിട്ട് മുഴുവൻ തകർച്ചയാണല്ലോ, എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, എന്നോട് ഈശ്വരൻ എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഈശ്വരനെ പഴി പറയുന്നതിന് പകരം നമ്മൾ ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിയുമ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ കയ്യിലാണ് കുഴപ്പമെന്ന്. നമ്മൾ ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും കാര്യം ശരിയായിട്ട് ചെയ്യുന്നില്ലായിരിക്കും. അതായിരിക്കും കച്ചവടം കാണാത്തതിൻ്റെ കാര്യം. അപ്പോൾ നമുക്കത് നമ്മുടെ തെറ്റ് മനസ്സിലാകും. ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉൾവിളി ഉണ്ടാകും. എടാ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ കഴിവിൻ്റെ ഡെപ്പോസിറ്റാണ്, അല്ലാതെ അത് പണത്തിൻ്റെ ഡെപ്പോസിറ്റ് അല്ല. ഒരു നല്ല സേവനം കൊടുക്കുക, പിന്നെ ആ ഒരു നല്ല സാമ്പത്തികമായ ഒരു ഇടപാടുകൾ നടത്തുക, പിന്നെ കസ്റ്റമർക്ക് വേണ്ടത് കൊടുക്കുക. അപ്പോൾ ഇത് 3ഉം നിങ്ങളുടെ മനസ്സുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. സാധനം കട മേടിച്ച് നോക്കണം, അതിന് സാമ്പത്തികം വേണം, ക്യാപിറ്റൽ വേണം, അത് വേറെ ഭാഗം. ഇതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, അതാണ് ഉദ്ദേശം. അപ്പോൾ അത് നമുക്കത് ഈശ്വരാധീനം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും, എടാ ഞാൻ ചെയ്യുന്ന ജോലിയിലുള്ള കുഴപ്പം കൊണ്ടാണല്ലോ എനിക്ക് കച്ചവടം ഇല്ലാത്തത്. അപ്പോഴത് തിരുത്തും. അങ്ങനെ ഈ അവധൂത സമാധിയിലും ഭദ്രകാളിക്കും ഒക്കെ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും, പുതിയ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ തെറ്റുകൾ മനസ്സിലാക്കും, അത് തിരുത്തും. നമ്മുടെ ജീവിതം, കുടുംബജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ ജീവിതത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കും. ദൈവാധീനം ഉണ്ടാകുമ്പോൾ അതിന് ഈശ്വരീയമായ ഒരു അനുഗ്രഹം വേണം. ബുദ്ധി തെളിയുക എന്ന് പറയും. നമുക്കെല്ലാം ബുദ്ധി ഉണ്ടെങ്കിലും വേണ്ട ഒരു കാര്യം വേണ്ട ഒരു സമയത്ത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം അത് ഈശ്വരൻ തരണം. അത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. എത്രയോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 ലക്ഷം രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു, ഒരു ആൾക്ക് ഇതുപോലെ 8 ലക്ഷം രൂപ കിട്ടാക്കടം ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ ഭദ്രകാളിക്ക് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് 600-450 രൂപയുടെ വഴിപാടേ ഉള്ളൂ, ചെയ്തിട്ട് 4 ലക്ഷം രൂപ കിട്ടാക്കടം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ പുറകെ നടക്കാൻ ഞാൻ പറഞ്ഞില്ല. വഴിപാട് ചെയ്തുകൊണ്ട് ഒന്നും ലളിതമായ 450-600 രൂപയുടെ ഒരു വഴിപാട്, പ്രത്യേക രീതി വേണം പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ നേരാൻ പറഞ്ഞു. അത് ചെയ്തപ്പോൾ 4 ലക്ഷം രൂപ കിട്ടി. പക്ഷെ അവർ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ടാണ് കേട്ടോ. വഴി ഞാൻ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ.
വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഫലം കിട്ടണമെന്നില്ല. അവരത് അതേ രീതി വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് കൂടിയാണ്. ഇപ്പം ഭദ്രകാളി വിചാരിച്ചാൽ ഏത് കാര്യം നടക്കും. വിശ്വാസം വേണം. പിന്നെ ഭദ്രകാളി പ്രാർത്ഥിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ രീതി വിളിച്ച അമ്മ വെളിയിൽ കയറും. അതൊരു ഭദ്രകാളി രഹസ്യങ്ങളാണ്. അത് ഞാൻ പറയാവുന്ന പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതല്ലാത്തവർക്ക് നോക്കുമ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഇപ്പം ഞാൻ വീഡിയോയിലും പല കാര്യങ്ങളും ഭദ്രകാളി രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അമ്മയെ വിളിക്കുന്നതിൻ്റെ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ എൻ്റെ അമ്മയെ വിശ്വാസത്തോടെ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞ് പിന്നെ നടക്കുമെന്ന് സംശയിക്കരുത്. സംശയിച്ചാൽ പോയി. വഴിപാട് വെച്ച് കഴിഞ്ഞ് പിന്നെ നടക്കുമെന്ന് സംശയിക്കരുത്. പോയി. വഴിപാട് ചെയ്യുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അമ്മയെ വിശ്വാസമുണ്ടെന്നാണ്. ആ വിശ്വാസമാണ് അമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചു തരുന്നത്. അല്ലാതെ ഞാനൊരു വഴി പറഞ്ഞുകൊണ്ട് മാത്രമല്ല. ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാവുന്ന നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അറിവുകളും ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ. ഇതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുക, തെറ്റെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങളുടെ ഇഷ്ടം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് മാറിയ ജീവിതങ്ങളും. അത്രയേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.